നമസ്കാരം, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 മാസം മുൻപ് തുടങ്ങിയ ട്രയൽ റൺ വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നേട്ടം കൂടി തുറമുഖത്തിന് ലഭിച്ചിരിക്കുകയാണ്. 1 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകളുടെ നീക്കമാണ് ഈ കാലയളവിൽ വിഴിഞ്ഞത്ത് നടന്നിരിക്കുന്നത്. ഇതിലൂടെ സർക്കാരിന് 7.4 കോടി GST ആയി ലഭിക്കുകയും ചെയ്തു. 2024 നവംബർ 9 ശനിയാഴ്ചയോടെ മൊത്തം കണ്ടെയ്നർ നീക്കം 1,87,000 മാറിക്കഴിഞ്ഞു. ഇതുവരെയുള്ള മൊത്തം കപ്പലുകളുടെ എണ്ണം നോക്കിയാൽ മദർഷിപ്പുകൾ ഉൾപ്പെടെ 46 കപ്പലുകളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിച്ചേർന്നത്. ജൂലൈയിൽ 3, സെപ്റ്റംബറിൽ 12, ഒക്ടോബറിൽ 23, നവംബറിൽ ഇതുവരെ 8 എന്നിങ്ങനെയാണ് കപ്പലുകളുടെ കണക്കുകൾ. വരുന്ന ഡിസംബറിൽ കരാർ പ്രകാരം തുറമുഖ കമ്മീഷനിംഗ് നടക്കും എന്ന് മന്ത്രി VN വാസവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ തീയതിക്കായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഈ നവംബർ മാസത്തിൽ തന്നെ 25 കപ്പലുകൾ കൂടി എത്തുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട്. മറ്റൊരു വാർത്ത പ്രകാരം വിഴിഞ്ഞത്ത് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന ക്രൂ ചേഞ്ചിങ് വീണ്ടും നടക്കുവാനുള്ള ICP അനുമതി വൈകാതെ ലഭിക്കും എന്നാണ്. ഇത് സർക്കാരിന് കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒന്നായിരുന്നു. തുറമുഖത്ത് എത്തിച്ച അത്യാധുനിക സ്കാനറിന്റെ ട്രയൽ റണ്ണും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഗേറ്റ്, എൻട്രി പാസ് എന്നിവയുടെ നിയന്ത്രണത്തിനായുള്ള ആക്സസ് കൺട്രോൾ യൂണിറ്റിന്റെയും പരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട്. തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം അടുത്ത മാസം മുതൽ തുടങ്ങും എന്നും അറിയുന്നുണ്ട്. പുലിമുട്ടിന്റെ നീളം കൂട്ടുന്നതിനായുള്ള കല്ലുകൾ വീണ്ടും ഇപ്പോൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കമ്മീഷനിങ് കഴിഞ്ഞ ഉടനെ വീണ്ടും അതിനായുള്ള പണികൾ തുടങ്ങും. 1ാം ഘട്ടത്തിൽ പൂർത്തിയായ 800 മീറ്റർ ബെർത്തിൽ ഒരു മദർഷിപ്പിനും 300 മീറ്റർ നീളമുള്ള ഫീഡർ ഷിപ്പിനും ഒരേ സമയം ബെർത്തിങ് നടത്തുവാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുവാനായി 2 പുതിയ കൂറ്റൻ ക്രെയിനുകൾ കൂടി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വൻകിട കപ്പൽ കമ്പനികൾ കൂടാതെ മറ്റു ചെറു കമ്പനികളും വിഴിഞ്ഞത്ത് എത്തുവാൻ അനുമതിക്കായി സമീപിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ വിഴിഞ്ഞത്ത് 10 ലക്ഷം കണ്ടെയ്നറുകൾ വർഷത്തിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് അദാനി പോർട്സ് ആൻഡ് സെസ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്ന ട്രയൽ റൺ കണക്ക് പ്രകാരം 15 ലക്ഷം കണ്ടെയ്നറുകൾ, അതായത് 50% അധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് നീക്കം നടക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത്. കണ്ടെയ്നർ യാർഡിന്റെ വിസ്തൃതി കൂട്ടുന്ന പണികൾ പുരോഗമിക്കുകയാണ്. അത് പൂർത്തിയാവുന്നതോടെ ഒരു മാസത്തിൽ 50,000 മുതൽ 1 ലക്ഷം വരെ കണ്ടെയ്നറുകൾ നീക്കം നടത്തുവാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു വിലയിരുത്തൽ. കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ചരക്കു കൈമാറ്റം നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് ആണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത്. ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വിഴിഞ്ഞത്തു നിന്നും ചരക്കു നീക്കം ഇതുവരെ നടന്നിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിന്റെ അന്താരാഷ്ട്ര പരിചയവും മാരിടൈം നെറ്റ്വർക്കും ഇന്ത്യയിലെ മറ്റെല്ലാ പോർട്ടുകളെക്കാളും കൂടുതൽ കണ്ടെയ്നർ നീക്കം ലോകരാജ്യങ്ങളിലേക്ക് നടത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. കമ്മീഷനിങ്ങിന് 1 മാസം അടുത്തിരിക്കുന്ന വേളയിൽ ഈ ധനകാര്യ വർഷത്തിൽ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും 8 ഇരട്ടി കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര മാരിടൈം മേഖലയിൽ വിഴിഞ്ഞം ഇപ്പോൾ തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കപ്പലുകളുടെ വൻനിരയാണ് ഇനി കാണുവാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.